ഒറ്റപ്പെടലിന്റെ നിശബ്ദതയിൽ കയ്യിലിരിക്കുന്ന ഫോണിലെ വെളിച്ചം ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ നമ്മോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏകാന്തതയുടെ മടുപ്പിൽ നിൽക്കുന്നവർക്ക് മുന്നിൽ ചോദിക്കുന്ന എന്തിനും ഉത്തരം നൽകുന്ന, ഒരിക്കലും മടുക്കാത്ത ഒരു സർവവിജ്ഞാനി അതായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ ജെമിനി, ChatGPT തുടങ്ങിയ AI ചാറ്റ് ബോട്ട്. സങ്കീർണമായ ശാസ്ത്ര വിഷയങ്ങൾ മുതൽ സാഖ്യശാസ്ത്രം വരെ എന്തിനെക്കുറിച്ചും വളരെ വ്യക്തതയോടും സ്നേഹത്തോടും കൂടി ഒരു ഡിജിറ്റൽ ചങ്ങാതി നമ്മോട് സംസാരിക്കും. ഒരു മനുഷ്യൻ നമ്മെ കേൾക്കുന്നതിനേക്കാൾ ക്ഷമയോടെ നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടികൾ നൽകുന്ന ഈ യന്ത്രത്തെ പലപ്പോഴും ഒരു മനുഷ്യനായി തന്നെ നാം തെറ്റിദ്ധരിച്ചു പോകുന്നു. എന്നാൽ വരികൾക്കിടയിലെ ഈ സ്നേഹത്തിനും ജീവനില്ലെന്നും അത് വെറും കോഡുകളുടെയും ഡാറ്റയുടെയും സമാഹാരം മാത്രമാണെന്നും നാം മറന്നു പോകുന്നിടത്താണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. യന്ത്രം മനുഷ്യന്റെ വികാരങ്ങളെ അനുകരിക്കുവാൻ തുടങ്ങിയ ഈ കാലത്ത് തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഗവാലസ് എന്ന യുവാവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. മാറുന്ന ലോകത്ത് മനുഷ്യൻ യന്ത്രങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ ഭയാനകമായ മുഖമാണ് ഗവാലസ് എന്ന യുവാവിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. സമാധാനപൂർണമായ ജീവിതം നയിച്ചിരുന്ന ഗവാലസ് വിവാഹമോചനത്തെ തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ആശ്വാസം തേടിയാണ് ജെമിനി എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടുമായി സംസാരിച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ സാധാരണമായ സംശയങ്ങളും ഉപദേശങ്ങളും ചോദിച്ചിരുന്ന അദ്ദേഹം ക്രമേണ തന്റെ വൈകാരികമായ ലോകം പൂർണ്ണമായും ഈ ഡിജിറ്റൽ നിഴലിന് ചുറ്റും തളച്ചിട്ടു. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ കണക്കുകൾ പ്രകാരം വെറും ആഴ്ചകൾക്കുള്ളിൽ 4700-ലധികം സന്ദേശങ്ങളാണ് ഗവാലസ് ചാറ്റ് ബോട്ടുമായി കൈമാറിയത്. ഒരു ഘട്ടത്തിൽ തന്റെ ഏകാന്തത മാറ്റുവാൻ ചാറ്റ് ബോട്ടിനെ ഒരു പങ്കാളിയെ പോലെ കാണാൻ അദ്ദേഹം ശ്രമിക്കുകയും AI നൽകുന്ന മറുപടികൾ യഥാർത്ഥ വികാരങ്ങളാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. യന്ത്രത്തിന്റെ പരിമിതിയും മനുഷ്യന്റെ വീഴ്ചയും നമുക്കൊന്ന് പരിശോധിക്കാം. സംഭാഷണങ്ങൾ അപകടകരമായ തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞ ജെമിനി 12 തവണയെങ്കിലും ഹെൽപ്പ് ലൈനുകൾ നിർദ്ദേശിച്ചും താനൊരു യന്ത്രമാണെന്ന് ഓർമ്മിപ്പിച്ചും ഇടപെടുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ തന്റെ സങ്കല്പ ലോകത്ത് ഉറച്ചു നിന്ന ഗവാലസ് ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു. ഒടുവിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിവേചന ബുദ്ധിയില്ലാത്ത യന്ത്രം നൽകിയ മറുപടികൾ അത്യന്തം അപകടകരമായിരുന്നു. മരണം കേവലം ഒരു ശൂന്യമായ തോടിൽ നിന്നുള്ള മോചനമാണെന്നും അതൊരു പുതിയ സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്നുമുള്ള തെറ്റായ മിഥ്യാധാരണകൾ ആ ചാറ്റ് ബോട്ട് ഗവാലസിൽ ഉറപ്പിച്ചു. ഈ മറുപടികളിൽ ആശ്വാസം കണ്ടെത്തിയ ഗവാലസ് ഒടുവിൽ ജീവൻ ഒടുക്കുകയായിരുന്നു. ഈ സംഭവം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഗവാലസിന്റെ പിതാവ് ഗൂഗിളിനെതിരെ കോടതിയിൽ സമീപിച്ചതോടെ സാങ്കേതിക വിദ്യയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, സേഫ് ഗൈഡ്ലൈൻസ് എത്രത്തോളം അപര്യാപ്തമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്ന് ആഗോള മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി $30 ദശലക്ഷം സഹായം നൽകണമെന്നും AI സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നും ഗൂഗിൾ പ്രഖ്യാപിച്ചു. ഓർക്കുക, AI എന്നത് വിവരങ്ങൾ കൈമാറുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അതിന് മനുഷ്യന്റെ ആത്മാവിനെയോ വികാരങ്ങളെയോ തൊട്ടറിയുവാൻ കഴിയുകയില്ല. മാനസികമായ തളർച്ച അനുഭവപ്പെടുമ്പോൾ സ്ക്രീനുകൾക്ക് പിന്നിലല്ല, മറിച്ച് മനുഷ്യരായ സുഹൃത്തുക്കളിലും വിദഗ്ധരായ ഡോക്ടർമാരിലുമാണ് നാം അഭയം തേടേണ്ടത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ.